ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു മഹാഭക്തയുടെ ജീവിതത്തിലേക്കാണ് നാം ഇനി കടന്നു വരുന്നത്. കാരയ്ക്കാൽ എന്ന ദേശത്തെ ഒരു അമ്മയാണ് കാരയ്ക്കാൽ അമ്മയാർ എന്ന പേരിൽ പിന്നീട് പ്രശസ്തയായ പുനിതവതി. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. കാരയ്ക്കാലിൽ വളരെ വലിയ ധനവാനായ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ധനദത്തൻ എന്നാണ്. ധനം കണ്ടമാനം കുമിഞ്ഞുകൂടിയിരുന്ന ഒരു കച്ചവടക്കാരനാണ് ധനദത്തൻ. അദ്ദേഹം ശിവഭക്തനായിരുന്നു. മാത്രമല്ല ശിവഭക്തന്മാർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു ധനദത്തൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധനത്തിൻ്റെ പകുതി ഭാഗവും ശിവഭക്തന്മാർക്ക് വേണ്ടി, ശിവപൂജയ്ക്ക് വേണ്ടി, ശിവക്ഷേത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദാനം ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ശിവാനുഗ്രഹത്താൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിൻ്റെ പേര് പുനിതവതി എന്നാണ്. ആ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പുനിതവതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും പവിത്രമാക്കുന്നവൾ എന്നാണ് അർത്ഥം. കാണുന്നതിനെ, അതായത് നോക്കുന്ന എല്ലാത്തിനെയും സ്പർശിക്കുന്ന എല്ലാത്തിനെയും പവിത്രമാക്കുന്നവൾ എന്നാണ് പുനിതവതി എന്ന ആ വാക്കിൻ്റെ വ്യംഗ്യാർത്ഥം. അങ്ങനെ പുനിതവതി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ആ കാരയ്ക്കാൽ ദേശത്തിൻ്റെ തന്നെ പുത്രിയായി വളർന്നു വന്നു. അങ്ങനെ അവൾ യൗവനയുക്തയായപ്പോൾ അവളെ ആഗ്രഹിച്ച് ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ രക്ഷാകർത്താക്കളെ വിവാഹാലോചനയുമായിട്ട് ധനദത്തൻ്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ നിധിപതി എന്നു പേരുള്ള ഒരു പിതാവ് തൻ്റെ പുത്രൻ പരമദത്തിന് വേണ്ടി വിവാഹാലോചനയുമായിട്ട് ധനദത്തൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ധനദത്തൻ ആ വിവാഹം തനിക്ക് ചേരുന്നതാണെന്ന് മനസ്സിലാക്കി ആ വിവാഹം ആഡംബരത്തോടെ സ്വഗൃഹത്തിൽ വച്ച് നടത്തുകയും ചെയ്തു. അങ്ങനെ അവൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും പുനിതവതി ഏറ്റവും വലിയ ശിവഭക്തയായിരുന്നു. പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും, ശിവഭക്തന്മാർക്ക് എല്ലാവർക്കും അന്നദാനം ചെയ്യുന്നൊരു പതിവ് അവൾക്കുണ്ടായിരുന്നു. അതായത് എല്ലാ ദിവസവും അവൾ അന്നദാനം ചെയ്യുമായിരുന്നു വീട്ടിൽ വെച്ച്, പിതാവിൻ്റെ അടുത്ത് വച്ചിട്ട്. വരുന്ന എല്ലാ ശിവഭക്തന്മാർക്കും അന്നദാനം കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് വേണ്ട ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ പോലും അതെല്ലാം നിവർത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. വിവാഹത്തോടുകൂടി അവൾ മറ്റൊരു വീട്ടിലേക്ക്, സ്വന്തം അടുത്ത പിതാവ് പണിഞ്ഞു കൊടുത്ത മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. അങ്ങനെ പരമദത്തിനോടൊത്ത് പുനിതവതി കുടുംബജീവിതം നയിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നുവെങ്കിലും തൻ്റെ ശിവഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം ഭർത്താവ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഭർത്താവ് വളരെ പിശുക്കനായിരുന്നു. ഒരു ധനവും ആർക്കും ദാനം ചെയ്യുന്നത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. ആർക്കും ഭക്ഷണം കൊടുക്കുന്നതും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ വളരെ ലുബ്ധനായ ആ പരമദത്തൻ്റെ കൂടെയാണ് പുനിതവതി എന്ന ധർമ്മിഷ്ഠയായ ഭാര്യയ്ക്ക് ജീവിക്കേണ്ടി വന്നത്. എന്നാലും അവൾ പതിവ്രതയായി ആ പതിധർമ്മത്തിനനുസരിച്ചിട്ട് ജീവിതം നയിക്കുകയും ചെയ്തു. ഉള്ളിൽ വേദന ഉണ്ടായിരുന്നെങ്കിലും തനിക്ക് ശിവഭക്തന്മാരെ വേണ്ട പോലെ സഹായിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വേദന ഉള്ളിലുണ്ടായിരുന്നെങ്കിലും പതിയോടുള്ള കടപ്പാട് കൊണ്ട് അവൾ പതിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. പരമദത്തിന് ഒരു സുഹൃത്ത് കൊടുത്തയച്ച 2 മാമ്പഴങ്ങൾ പുനിതവതിക്ക് കൊടുത്തയക്കുകയും
അത് ഊണ് കഴിക്കാൻ വരുമ്പോൾ തനിക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മാമ്പഴം ഒരു ദൂതൻ വശം പുനിതവതിയുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ടു. അവർ ആ മാമ്പഴം ഭർത്താവിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവഭഗവാൻ അവിടെ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ പുനിതവതിയുടെ വീട്ടിലേക്ക് വരുന്നത്. ഭർത്താവിന് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിലും ഈ വൃദ്ധ താപസനോട് എന്തോ ഒരു വല്ലാത്ത സ്നേഹവായ്പ് തോന്നി അദ്ദേഹത്തിന് ഇവൾ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മതിയായില്ല, ആഹാരം മതിയായില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് കൊടുക്കാൻ ഭർത്താവിന് വെച്ചിരിക്കുന്ന ചോറാണ്. അതുകൊണ്ട് അവൾ ഒരു മാമ്പഴം എടുത്തു കൊടുത്തു. ആ മാമ്പഴം കഴിച്ചു. അദ്ദേഹത്തിന് അതോടെ തൃപ്തിയായി. അദ്ദേഹം ഇവളെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് പരമദത്തൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വരുന്നത്. ബാക്കി വച്ചിരുന്ന ചോറ് പരമദത്തിന് കൊടുത്തു. അദ്ദേഹം മാമ്പഴം ആവശ്യപ്പെട്ടു. അപ്പോൾ ബാക്കി ഒരു മാമ്പഴം അവശേഷിച്ചിരുന്നു. ആ മാമ്പഴം ഭർത്താവിന് കൊടുത്തു. അത് കഴിച്ചപ്പോൾ വളരെ വളരെ സ്വാദ് തോന്നി. അദ്ദേഹം പറഞ്ഞു, ആ രണ്ടാമത്തെ മാമ്പഴവും എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അതോടെ പുനിതവതി ആകെ ഭയപ്പെട്ടു പോയി. കാരണം രണ്ടാമത്തെ മാമ്പഴം, ഒരു മാമ്പഴം ഒരു വൃദ്ധ താപസ്സിന് കൊടുത്തതാണ്. ഇനി അത് കയ്യിൽ അവിടെ ഇല്ല. എങ്ങനെ രണ്ടാമത്തെ മാമ്പഴം കൊടുക്കും? അവൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മാമ്പഴം വച്ചിരുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവൾ രണ്ട് കൈയും നീട്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈ മാമ്പഴം ഒരെണ്ണം കൂടി എനിക്ക് അങ്ങ് നൽകിയാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയം അവളുടെ പ്രാർത്ഥന കേട്ടിട്ട് ശിവഭഗവാൻ അനന്തതയിൽ നിന്ന് ഒരു മാമ്പഴം അവളുടെ കയ്യിലിട്ട് കൊടുത്തു. അവൾ അത് വർദ്ധിച്ച സന്തോഷത്തോടെ സംതൃപ്തിയോടെ അത് ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. ഭർത്താവ് ആ മാമ്പഴം കഴിച്ചപ്പോൾ അതിന് അത്യധികം സ്വാദ് വ്യത്യാസം തോന്നുന്നു. നേരത്തെ കഴിച്ച മാമ്പഴത്തിൽ നിന്ന് വളരെയേറെ സ്വാദ് വ്യത്യാസം ഈ മാമ്പഴത്തിന് അനുഭവപ്പെട്ടു. അതുകൊണ്ട് അത് എവിടെ നിന്ന് കിട്ടി, ഏതാണ്, ഞാൻ തന്നതല്ലല്ലോ എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു വൃദ്ധ താമസൻ വന്നിരുന്നു എന്നും ആ വൃദ്ധ താമസന് ഒരു മാമ്പഴം കൊടുത്തിരുന്നു എന്നും അതിനുശേഷം ആ വച്ചിരുന്ന സ്ഥലത്ത് താൻ ശിവനെ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ കയ്യിൽ വന്ന് വീണതാണ് ഈ പുതിയ മാമ്പഴമെന്നും അവൾ പറഞ്ഞു. ഇത് ഭർത്താവിന് വിശ്വസിക്കാൻ തയ്യാറാകാത്തൊരവസ്ഥ വന്നു. പരമദത്തന് ഇത് നുണയാണെന്ന് തോന്നി. ഉടനെ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു മാമ്പഴം കൂടി നീ ഭഗവാനോട് മേടിച്ചു കൊണ്ടുപോവാ എന്ന് പുച്ഛത്തോടെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾ വീണ്ടും ആ മാമ്പഴം വച്ചിരുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എൻ്റെ ഭർത്താവ് നിർബന്ധിക്കുന്നു, ഒരു മാമ്പഴം കൂടി അങ്ങ് എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നു. ആ അത്ഭുതമെന്ന് പറയട്ടെ, അപ്പോൾ ഒരു മാമ്പഴം കൂടി അവളുടെ കയ്യിൽ വന്നു വീഴുന്നു. ആ മാമ്പഴം പരമദത്തന് കൊടുക്കുന്നു. പരമദത്തൻ അത്ഭുതപരതന്ത്രനായി. പക്ഷേ കയ്യിൽ മാമ്പഴം പരമദത്തൻ വാങ്ങിയപ്പോൾ തന്നെ അത് അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഇതോടെ അയാൾക്ക് അത്ഭുതമായി, പരമദത്തന് അത്ഭുതമായി. തൻ്റെ ഭാര്യ സാധാരണ സ്ത്രീയല്ല എന്നും അവൾ ഒരു ദേവതയാണ് എന്നും പരമദത്തൻ വിശ്വസിക്കാൻ തുടങ്ങി. ഈ സംഭവം വിവരിക്കുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് ഈ 4 മാമ്പഴം എന്ന് പറയുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 മാമ്പഴത്തിന് പ്രതീകാത്മകമായ അർത്ഥതലങ്ങൾ ഒട്ടനവധിയുണ്ട്. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ.
ഈ നാല് മാമ്പഴമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്. മാത്രമല്ല പുണ്യവതിയുടെ ഭക്തിയെ കുറിക്കുന്ന ഈ സംഭവത്തെ പ്രതിപാദിച്ചുകൊണ്ട് എല്ലാ വർഷവും മിഥുന മാസത്തിൽ കാരയ്ക്കാലിൽ വളരെ വലിയ ആഘോഷത്തോടെ മാങ്കനി മഹോത്സവം നടത്താറുണ്ട്. ഇപ്പോഴും അവിടെ കാരയ്ക്കാലിലെ ക്ഷേത്രത്തിൽ മാങ്കനി മഹോത്സവം നടക്കുന്നതായിട്ട് വ്യാഖ്യാതാക്കൾ ഇത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഓർമ്മകൾ കാരയ്ക്കാലിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഈ ആഘോഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തൻ്റെ ഭാര്യ സാധാരണ പെൺകുട്ടിയല്ല എന്നും അവളൊരു ദേവതയാണ് എന്ന് മനസ്സിലാക്കിയതോടെ പരമദത്തൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞു. വളരെ ലുബ്ധനായ അയാൾ പിന്നീട് ശിവഭക്തന്മാർക്കെല്ലാവർക്കും അന്നദാനം കൊടുക്കാൻ വേണ്ടി ഭാര്യയെ തന്നെ ചട്ടം കെട്ടി മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരമലുബ്ധനായ ആ മനുഷ്യൻ പരമ ധാർമ്മികനായി മാറുകയും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു ഭർത്താവായിട്ട് മാറി. പക്ഷേ അയാൾക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തൻ്റെ ഭാര്യ ഒരു ദേവതയാണെന്നും ആ ദേവതയെ തന്നെ ഒരു തരത്തിലും ശല്യപ്പെടുത്തരുത് എന്നും കരുതി ഈ പരമദത്തൻ വീട് വിട്ടു പോവുകയാണ്. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, താൻ കച്ചവടത്തിന് വേണ്ടി അന്യദേശത്തേക്ക് പോവുകയാണ്, കുറേ നാൾ കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറയുന്നു. അങ്ങനെ പുനിതവതിയെ വിട്ടുകൊണ്ട് അയാൾ കച്ചവടത്തിന് വേണ്ടി മറ്റ് പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുനിതവതിയുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്ത്രീയെ വിദേശത്തെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് പരമദത്തൻ പുനിതവതി എന്ന് പേരിടുകയാണ് ചെയ്തത്. അങ്ങനെ വർഷങ്ങൾ പലതും പുനിതവതി വീട്ടിൽ തന്നെ കാത്തിരുന്നു. നമ്മുടെ പഴയ പുനിതവതി കാത്തിരുന്നു. ആ പുനിതവതിയുടെ പുനർജന്മം എന്ന നിലയിലാണ് തൻ്റെ കുഞ്ഞിന് പുനിതവതി എന്ന് പരമദത്തൻ പേരിട്ടത്. അങ്ങനെ അവളുടെ ഓർമ്മയ്ക്കായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭർത്താവ് തിരിച്ചു വരാതെ വന്നപ്പോൾ ധനദത്തന്, അതായത് പുനിതവതിയുടെ പിതാവിന് വിഷമം തോന്നുകയും പിതാവ് വിദേശങ്ങളിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു വിദേശത്ത് ഇദ്ദേഹം താമസിക്കുന്നതായിട്ടും കണ്ടു. അങ്ങനെ പുനിതവതിയെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം പരമദത്തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. അയാൾക്ക് ഒരു ഭാര്യയും പുനിതവതി എന്ന് പേരുള്ള ഒരു കുഞ്ഞും ഉള്ളതായിട്ട് കണ്ടെത്തി. പരമദത്തൻ പുനിതവതിയെ കണ്ട മാത്രമേ തന്നെ അവളുടെ കാൽക്കൽ വീണ് അവളെ നമസ്കരിച്ച് ദേവതയെ എന്ന് വിളിച്ചുകൊണ്ട് അവളെ പൂജിക്കാനാണ് ശ്രമിച്ചത്. ഇത് കണ്ട് പുനിതവതി വികാരങ്ങൾ തിങ്ങിയ ഹൃദയത്തോടെ, ഇതാണോ അങ്ങയുടെ ഉള്ളിലെ ചിന്തകൾ? നാഥ, അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ഭൗതിക ശരീരം ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചത്. ഇത് അങ്ങയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് എന്ന് പറഞ്ഞു. പിന്നീട് തൻ്റെ ചിന്തകളെല്ലാം ചെമ്പൻ ജടയിൽ കൊന്ന പൂക്കൾ ചൂടിയ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചു. അങ്ങനെ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്, ഈ മാംസപിണ്ഡം ഇനി എനിക്ക് വേണ്ട. ഭഗവാനെ ശങ്കര, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിച്ചതാണ് ഈ മാംസപിണ്ഡം. ഇനി മുതൽ അവിടുത്തെ പൂജയ്ക്കുതകുന്ന ഒരു പൈശാചിക രൂപമായി എന്നെ മാറ്റൂ എന്ന് പ്രാർത്ഥിച്ചു. അതോടെ അലൗകികമൂർത്തിയായ ഭഗവാൻ അവൾക്ക് ആ പൈശാചിക രൂപം കൊടുത്തു. ഉന്തി നിൽക്കുന്ന കണ്ണുകളോടും വെളുത്ത പല്ലുകളോടും ശുഷ്കിച്ചുണങ്ങിയ മാറിടത്തോടും ഒട്ടിയ വയറോടും ഉള്ളിലേക്ക് വളഞ്ഞ നീണ്ട കാലുകളോടും കൂടി പൈശാചിക രൂപത്തിൽ അവൾ കാണപ്പെട്ടു.
പുനിതവതിക്ക് ഒരു പുതിയ കഴിവ് ലഭിച്ചു, കവിത എഴുതാനുള്ള കഴിവ്. അപ്പോൾ അവൾ പൈശാചിക രൂപം ധരിച്ചതോടുകൂടി അവളിൽ ജ്ഞാനത്തിൻ്റെ പൊൻകിരണങ്ങൾ പ്രകാശിച്ചു തുടങ്ങി. അവൾ കവിയായി മാറി. ഭഗവാന്റെ പൊൻപാദാംബുജങ്ങളെ വാഴ്ത്തുന്ന ഭൂതഗണങ്ങളിൽ ഒരാളായി തീരാൻ കഴിഞ്ഞ ഞാൻ അത്യധികം ഭാഗ്യവതിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ പിന്നീട് കവിതകൾ ധാരാളമായിട്ട് എഴുതാൻ തുടങ്ങി. തിരുവന്താതി എന്ന സ്തുതിയാണ് ആദ്യം എഴുതിയത്. പിന്നെ ഇരട്ടൈമാലൈ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അന്താദ്യം എഴുതിയിട്ടുണ്ട്. അന്താദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്ലോകം എഴുതി അതിൻ്റെ അവസാനത്തെ അക്ഷരം കൊണ്ട് അടുത്ത ശ്ലോകം തുടങ്ങുക, അതിനാണ് അന്താദി. കാരക്കലമ്മ എഴുതിയ എല്ലാ കവിതകളും അന്താദി രൂപത്തിലുള്ള കവിതകളാണ്. ഒരു ശ്ലോകത്തിൻ്റെ അന്ത്യത്തിൽ ഉള്ള വാക്കുകൊണ്ട് പിന്നെ അടുത്ത ശ്ലോകം ആരംഭിക്കുക, അതിനാണ് അന്താദി കവിത എന്ന് പറയുന്നത്. ഇങ്ങനെ അന്താദി കവിതകൾ ഒട്ടനവധി ഈ അമ്മ എഴുതി. ഇങ്ങനെ ഇരിക്കവേ അവരുടെ ഉള്ളിൽ കൈലാസം ദർശിക്കണം എന്ന ആഗ്രഹം ഉടലെടുത്തു. ഉടനെ അവർ ചിന്തകളേക്കാൾ വേഗത്തിൽ കൈലാസത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അവർ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ തനിക്ക് കൈലാസത്തിലേക്ക് പോകണം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അവൾ കൈലാസത്തിലേക്ക് പോവുക തന്നെ ചെയ്തു. അങ്ങനെ കൈലാസത്തിലേക്ക് പോകുമ്പോൾ രസകരമായൊരു സംഭവം നടക്കുന്നുണ്ട്. തൻ്റെ പാദങ്ങൾ കൊണ്ട് ഈ പുണ്യഭൂമിയെ സ്പർശിക്കുന്നത് ശരിയല്ലോ എന്ന് അവൾക്ക് തോന്നി. ആ പർവ്വതത്തെ എങ്ങനെ കയറും, കാലുകൊണ്ട് സ്പർശിക്കാതെ എങ്ങനെ കയറാൻ പറ്റും എന്ന് ചിന്തിച്ചു. പുനിതവതി കാലിൻ്റെ സ്പർശം കൊണ്ട് കൈലാസത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൾ തലകുത്തി നടന്ന് ശീർഷാസനത്തിലൂടെ യാത്ര ചെയ്തിട്ട് ശീർഷാസനത്തിലൂടെ കൈകുത്തിക്കൊണ്ടാണ് അവൾ ഈ 24,000 അടി പൊക്കത്തുള്ള ആ പർവ്വതം കയറിയത്. അത് കണ്ട് പാർവതീദേവി അത്ഭുതപ്പെട്ടുപോയി. അവൾ ശിവസന്നിധിയിലെത്തിയപ്പോൾ ശിവഭഗവാൻ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവളെ അമ്മേ എന്ന് വിളിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിവഭഗവാൻ ആദ്യമായിട്ട് അമ്മേ എന്ന് വിളിച്ചത് കാരയ്ക്കൽ അമ്മയാണ്. അന്നു മുതൽ കാരയ്ക്കൽ പുനിതവതി കാരയ്ക്കൽ അമ്മയാർ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അതിനു മറുപടിയായി അവർ ചിതാകാശരൂപിയായ ഭഗവാനെ അല്ലയോ പിതാവേ എന്നും വിളിക്കുന്നു. ഭവതിക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു. അപ്പോൾ അതിന് അവൾ പുനിതവതി പറഞ്ഞ മറുപടി ഇതാണ്: ഭഗവാനെ, എനിക്ക് അങ്ങയിൽ അചഞ്ചലമായ ഭക്തി തരണേ. ഇനിയും ഒരു ജന്മം ഉണ്ടാകരുതേ. ഇനി ജനിക്കേണ്ടി വന്നാലും അങ്ങേ ഒരിക്കലും മറക്കാനിടവരരുതേ. അല്ലയോ ധർമ്മത്തിൻ്റെ ഉറവിടമേ, അങ്ങ് താണ്ഡവ നൃത്തമാടുമ്പോൾ അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആ കാൽക്കീഴിൽ കിടക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണേ. അങ്ങനെയാവട്ടെ, പുരാതനമായ ആലങ്കാട്ടേക്ക് നീ പോകുക, വടാരണ്യത്തിലേക്ക് പോകുക എന്ന് പറയണം. എൻ്റെ നൃത്തം ഭവതിക്ക് ദർശിക്കാൻ കഴിയും. മാത്രമല്ല അവിടെ എന്നെന്നും വസിച്ച് എൻ്റെ സ്തുതികൾ പാടുക. പിന്നീട് പുനിതവതി തിരിച്ച് കാരയ്ക്കാലമ്മയാറായി തിരിച്ചു വന്ന് വടാരണ്യത്തിൽ വരികയും അവിടെ ശിവനെ സ്തുതിച്ച് പാടിക്കൊണ്ട് അനേകം സ്തുതിഗീതങ്ങൾ എഴുതുകയും അന്താദികൾ എഴുതുകയും ചെയ്തു. കാരയ്ക്കലമ്മയാരുടെ കവിതകൾ അങ്ങനെ ഒട്ടനവധി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവയെക്കുറിച്ചുള്ള പഠനങ്ങളോ അവയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ മലയാളികൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. കാരയ്ക്കലമ്മയുടെ ഈ കവിതകൾ ശരിക്കും ശിവസാക്ഷാത്കാരം കിട്ടിയ, ശിവനെ നേരിൽ കണ്ട, ശിവനൃത്തത്തിൻ്റെ താള അനുഭൂതികൾ അനുഭവിച്ച അമ്മയുടെ കവിതകളാണ്. ഇത്രയേറെ മഹത്വമേറിയ കവിതകളെക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരല്ല. അതാണ് ഏറ്റവും വലിയ ദയനീയ അവസ്ഥ. അത്യുജ്വലമായ ഭക്തി കൊണ്ട് നിറഞ്ഞ ശിവസാക്ഷാത്കാരത്തിലേക്ക് തന്നെ നമ്മെ നയിക്കുന്ന കവിതകളാണ് കാരയ്ക്കൽ അമ്മയുടെ കവിതകൾ. ആ കവിതകളെക്കുറിച്ചുള്ള പഠനം നടത്തേണ്ടത് മലയാള
സാഹിത്യത്തിന് മലയാളികൾക്ക് അത്യന്താപേക്ഷിതമാണ്.